അലൈക്കും എല്ലാവർക്കും സുഖമല്ലേ. ഞാൻ നമ്മളെ കർണാടകയിലെ ഒരു പലഹാരം ഉണ്ടാക്കിയതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അതിന് മുമ്പ് കുറച്ച് എനിക്ക് പറയാനുണ്ടേനും. എന്നുവെച്ചാൽ നമ്മളവിടെ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ പലഹാരം, മധുര പലഹാരം കർണാടകയാന്ന് തോന്നുന്നു കണ്ടിടത്തോളം. പിന്നെ അവിടെ പൊങ്കൽ എന്ന് പറയുന്ന ആ സമയത്ത് അല്ലോ എവിടെ നോക്കിയാലും മധുര കണ്ടിട്ട് തന്നെ നമ്മൾ മയ്യത്താവും. പിന്നെ തിന്നാണ്ടിരിക്കാനും പറ്റൂല. എന്നുവെച്ചാൽ എല്ലാവരും കൊണ്ടുത്തരും, ഇതേ കാണുള്ളൂ പല കളറായിട്ടുള്ള സ്വീറ്റ്സ്. ഞാൻ പറയുക എല്ലാം എന്നിട്ട് കട്ടമ്മ കയറി കിടക്കുക, പുതപ്പും പുതക്കുക, മയ്യത്തായി, അതോടെ മയ്യത്തായി നമ്മൾ. പക്ഷെ ഒരിക്കൽ അതൊന്നും പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഒരു തിന്നും പോലെ നമുക്ക് എന്തായാലും തിന്നാനും പറ്റൂല. കർണാടകയിലുള്ള അവിടെയുള്ള ഒരു പലഹാരം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ശംഖുപുഷ്പം മഴയില്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ അത്രയും കാണുന്നത്, അല്ലെ എല്ലാ പൂവും ചീഞ്ഞിട്ടാണ് ഉണ്ടാവുക. എന്നാൽ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് സംഭവം ഞാൻ പറഞ്ഞത്. നമ്മളെ പഞ്ചാരപ്പാറ്റേൻ്റെ വേറൊരു വേർഷൻ ഇവർ ചെയ്തെടുക്കുക മൈദ കൊണ്ട്. നമ്മൾ പഞ്ചാരപ്പാറ്റ ഉണ്ടാക്കി എടുക്കുന്നത് ബിരിയാണി അരി കൊണ്ട്. ഞാനൊരു ഉരുളി അവിടെ എടുത്തേ. ഉരുളിയിൽ നമ്മൾ 6 kg ഉണ്ടല്ലോ, അത് 150 ഗ്രാം 6 kg ആണ്. അതിൽ ഇത്തിരി ബാക്കി വെച്ചിട്ട് ബാക്കി മുഴുവൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വലിയൊരു ഐസിൻ്റെ കട്ട ഞാൻ ഉണ്ടാക്കിയെടുത്താണ് കപ്പിൽ. ആ ഐസിൻ്റെ കട്ട ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഇത് ക്രീമി ആക്കിയിട്ട് കൊണ്ടുവരിക. തളുകയാകുമ്പോൾ കുറച്ചും കൂടിയും നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമ്മളെ കൈ കൊണ്ട് ഇങ്ങനെ ചെയ്തെടുക്കലാണ് ഇത് പെട്ടെന്ന് ക്രീമിയായി വരിക. ഞാൻ ഉരുളിയാണ് എടുത്തത്. ഒരു തളുക, നമ്മളെ തളുക എന്ന് പറയുന്നത് ചോറിടുന്നൊരു പാത്രം ഉണ്ടല്ലോ, നമ്മൾ എല്ലാവരും എന്താ പറയുന്നത് എനിക്കറിയില്ല. നല്ല വലുപ്പമുള്ളൊരു പാത്രം ആയിക്കോണം, വീതിയുള്ളത്. അതിൽ ഇവർ നിലത്തിരിക്കും, മുമ്പിൽ പാത്രം വെക്കും, എന്നിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കും. ഭയങ്കര സ്പീഡാണ് ഒരേ ജോലിക്ക്. ഇത് എന്നെ കൊണ്ട് കൈ പോലെ ക്രീമിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ഗ്ലൗസ് ഇട്ടിട്ടുണ്ട്. എന്നിട്ടും കൈ ഐസ് പിടിച്ചിട്ട് നല്ല കടച്ചിലാണ് വിരലെല്ലാം. അതിലുള്ള ഐസും ബാക്കിയുള്ള വെള്ളവും ഉണ്ടല്ലോ അതെല്ലാം ഒഴിവാക്കി ഇനി അതിലേക്ക് 1 ടീസ്പൂണോളം അരിപ്പൊടി, പച്ചരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 200 ഗ്രാമോളം മൈദപ്പൊടി. അത് നല്ലോണം ഒന്ന് ആ എണ്ണയിൽ മൊത്തം ഒന്ന് നല്ലോണം യോജിപ്പിച്ചിട്ടെടുക്കുക. പിന്നെ ഇത്തിരി മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ മൈദ ദോശയെല്ലാം ചുടുന്നില്ലേ, അപ്പോൾ അതിൽ കുറച്ചും കൂടി ലൂസായിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാൻ. അധികം പച്ചവെള്ളം അധികം ദോശൻ്റെ കട്ടി ആകാൻ പാടില്ല. നല്ലോണം യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. മഞ്ഞപ്പൊടി ഇട്ടെടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ഒത്തിരി ഒരു ഗോൾഡ് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞപ്പൊടി ഇട്ടെടുത്തത്. പിന്നെ നമ്മളെ കരിഞ്ചീരകം ഉണ്ടല്ലോ അതിട്ട് കൊടുക്കുമായിരുന്നുള്ളൂ, അല്ലെങ്കിൽ എള്ള്, ഏതെങ്കിലും ഒന്ന്. അതൊരു ഡിസൈന് വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ ഒന്ന് അരിച്ചെടുക്കുക. പിന്നെ ഈ കൂട്ട് നമ്മളൊന്ന് കുറച്ച് ഐസിൻ്റെ കട്ടയിൽ ഒന്ന് ഇറക്കി വെച്ചെടുത്താൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഞാനൊരു സ്റ്റീലിൻ്റെ ബൗളാണ് വെച്ചത്. സ്റ്റീലിൻ്റെ ബൗളെന്ന് പറയുമ്പോൾ നമുക്കൊരു 4-5 ഗ്ലാസ് വെള്ളം കൊള്ളുന്ന ഒരു ബൗള്. അതിലേക്ക് 1 ലിറ്ററോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് തിളച്ച് വരുമ്പോൾ ഒന്ന് തീ ലോ ഫ്ലെയിമിലാക്കിയിട്ട് തുള്ളിയായിട്ട് ഒഴിച്ചെടുക്കുക, അല്ലെങ്കിൽ തിളച്ച് മറിഞ്ഞ് കളയും, പുറത്തേക്ക് തിളച്ച് മറിഞ്ഞു പോവും. നമ്മൾ ഈ മാവ് തീരുന്നവരെ ഇതുപോലെ ചെയ്തെടുക്കുക. പിന്നെ ഒരു മരത്തിൻ്റെ തവി വെച്ചിട്ട് നടുവിലിങ്ങനെ ഒരു ഓട്ടയായി കൊടുക്കുക. എന്ന് വെച്ചാൽ അടിക്ക് പിടിക്കുന്നതിനാണ് അങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പഞ്ചസാര പാനിയാക്കിയിട്ട് ഇതിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ പഞ്ചസാര പാനിയിൽ ഇത് മുക്കിയെടുക്കുന്നുമുണ്ട്. നമുക്ക് അത്ര മധുരമൊന്നും നമുക്ക് ശരിയാവില്ലല്ലോ. ബൈ, താങ്ക് യു.